മുണ്ടക്കൈ ചൂരൽമല ഉരുൾ അതിജീവിതർക്കായുള്ള ടൗൺഷിപ്പ് പദ്ധതിയുടെ സർക്കാർ നിർവഹണ ഏജൻസിയായ കിഫ്കോണിന്റെ ഉദ്യോഗസ്ഥരെ പിൻവലിച്ച് UDF സർക്കാർ. പദ്ധതിയുടെ സിഒയെ സ്ഥലം മാറ്റി പകരം നിയമനം നടത്തിയിരുന്നില്ല. ദൈനംദിന പ്രവൃത്തി മേൽനോട്ടത്തിന് കിഫ്കോണിനായി കിഫ്ബി അനുവദിച്ച ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയത്. പകരം പുതിയ നിയമനം നടത്തിയിട്ടുമില്ല. കിഫ്ബിയുടെ പ്രവർത്തനം സർക്കാർ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നാണ് സൂചന. കിഫ്ബിയുടെ സാങ്കേതിക വിഭാഗമായ കിഫ്കോണിന്റെ പ്രൊജക്ട് മേധാവി, കെട്ടിട വിഭാഗം പ്രൊജക്ട് എഞ്ചിനീയർ, റോഡ് വിഭാഗം പ്രൊജക്ട് എഞ്ചിനീയർ, കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് പ്രൊജക്ട് എഞ്ചിനീയർ എന്നിവരെയാണ് സ്ഥലം മാറ്റിയത്. സർക്കാരും ULCCയും കിഫ്കോണും അടങ്ങിയ ത്രികക്ഷി കരാർ പ്രകാരമാണ് ടൗൺഷിപ്പ് നിർമ്മാണം. നിലമൊരുക്കുന്നത് മുതൽ ആരംഭിച്ച 58 ഗുണമേന്മ പരിശോധനയുടെയും ഗുണഭോക്താക്കളുടെ സാന്നിധ്യത്തിൽ നടത്തിയ അവസാന പരിശോധനയുടെയും മേൽനോട്ടം കിഫ്കോൺ നിർവഹിച്ചു. ടൗൺഷിപ്പിലെ പഴയ തേയില ഫാക്ടറി കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസിൽ പ്രധാന ചുമതല വഹിച്ചിരുന്ന 4 പേരെ പിൻവലിച്ചതിലൂടെ പണികൾ വൈകുമെന്ന ആശങ്കയിലാണ് ഗുണഭോക്താക്കൾ. LDF സർക്കാർ ഒന്നാം ഘട്ടത്തിൽ കൈമാറിയ 178 വീടിനു ശേഷം ഒരു വീട് പോലും ഇതുവരെ കൈമാറിയിട്ടില്ല. ആകെ 410 വീടുകളാണ് നിർമ്മിക്കുന്നത്. വീടിന് നറുക്കെടുപ്പ് നടത്താത്തതിൽ രണ്ടാം ഘട്ട ഗുണഭോക്താക്കൾ പ്രതിഷേധത്തിലാണ്. മെയ്യിൽ ആരംഭിക്കേണ്ടിരുന്ന പൊതുകെട്ടിടങ്ങളുടെ പണിയും ആരംഭിച്ചിട്ടില്ല. റോഡിന്റെ നിർമ്മാണവും പാതി വഴിയിൽ നിലച്ചു. ന്യൂസ് ഡെസ്ക് ട്രൂലാൻഡ്സ്.